ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും മാത്യമാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ഞാൻ ഊണ് കഴിക്കുന്ന വീഡിയോ ഇടുമ്പോൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഞാൻ ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉലുവായി മാങ്ങയോ കടുമാങ്ങയോ അല്ലെങ്കിൽ നെല്ലിക്കയോ ഒക്കെ പ്ലേറ്റിലേക്ക് വെക്കുമ്പോൾ ചോദിക്കും, ഇതിൻ്റെ റെസിപ്പി ഒന്ന് തരുമോ, ഇതിൻ്റെ റെസിപ്പി ഒന്ന് തരുമോ എന്ന്. അധികവും നെല്ലിക്കയുടെ റെസിപ്പിയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ആ നെല്ലിക്കയുടെ റെസിപ്പി അല്ലെങ്കിൽ ആ നെല്ലിക്ക ഉണ്ടാക്കി തന്ന മുത്തശ്ശിയാണ് ഇത് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഉണ്ടാക്കുന്ന ഒരു വടുകപ്പുളി നാരങ്ങയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ അതാ നമുക്കിവിടെ 2 വടുകപ്പുളി നാരങ്ങയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതിൽ ഒരെണ്ണം വെച്ചിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. കാരണം എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തൊരു സംഭവമാണ് ഈ വടുകപ്പുളി നാരങ്ങ ഉപ്പിലിട്ടത് തന്നെ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. മുത്തശ്ശി ഒരു കൂട്ടാൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന ഒരു കമൻറ്റാണ്, എന്തിനാ ആ വയസ്സായ മുത്തശ്ശിയെ കൊണ്ട് നിങ്ങൾ പണിയെടുപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെയാണ് മുറിച്ചു കൊടുത്തത്. ജസ്റ്റ് മുത്തശ്ശിയുടെ റെസിപ്പി മുത്തശ്ശി വെക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ചെറുതാക്കിയിട്ട് എനിക്ക് മുത്തശ്ശി ഒന്ന് കട്ട് ചെയ്ത് തന്നു, എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. കാരണം ഞാൻ ഇങ്ങനത്തെ ഉപ്പിലിട്ടതൊന്നും ഞാൻ അധികം ഉണ്ടാക്കാറില്ല, അത് അമ്മയാണ് അധികം ഉണ്ടാക്കാറ്. അപ്പോൾ ഈ ഒരു ഉപ്പിലിട്ടതും മുത്തശ്ശിയാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ മുത്തശ്ശി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് തന്നു, ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. ഇത് നല്ല കത്തിയാട്ടോ അമ്മേ. ഞാൻ കത്തി ഒന്ന് മാറ്റിയിട്ടോ, മറ്റേതുകൊണ്ട് എനിക്ക് മുറിക്കാൻ പറ്റുന്നില്ല. ഇത് നല്ല സുഖമുണ്ട്. അപ്പോൾ നമ്മൾ വടുകപ്പുളി നാരങ്ങയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. മുത്തശ്ശിയുടെ നെല്ലിക്കയുടെ ഉപ്പിലിട്ടതാണ് സൂപ്പറായിട്ട് ഉണ്ടാക്കും. എനിക്ക് അടിപൊളി ഇഷ്ടമാണ് കേട്ടോ. നല്ല സ്വാദാണ് നെല്ലിക്ക. അപ്പുട്ടനടക്കം കൂട്ടാറുണ്ട്, അത്രയ്ക്ക് സ്വാദാണ്. പക്ഷേ ഇവിടെ നെല്ലിക്ക കിട്ടാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കിട്ടിയത് വെച്ച് ഉപ്പിലിട്ടത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ നമ്മളെല്ലാം ആ കത്തി വെച്ചിട്ട് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടി നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരണ്ടിയിൽ കുറച്ച് ഉലുവ വറക്കുകയാണ് കേട്ടോ. എന്താ പറയുക, വടുകപ്പുളിക്ക് വേണ്ട ഉലുവയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഉലുവയുടെ ഒപ്പം തന്നെ നമ്മൾ ഇട്ടിരിക്കുന്നത് കായം. ഈ 2 സംഭവങ്ങൾ നമ്മൾ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടി കായൊക്കെ ഒന്നിങ്ങനെ വീർത്ത് വരുമ്പോൾ ആണ് അതിൻ്റെ പാകം ആവുക കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്കതൊന്നിട്ട് അടിച്ചെടുക്കാം. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് പുളിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പുളി വെള്ളത്തിൽ നമ്മളുടെ ഈ ഒരു വടുകപ്പുളി കിടന്ന് തിളയ്ക്കണം, നന്നായിട്ട് വേവണം. അപ്പോൾ അതിനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ട കടുക്, മുളക്, കരിവേപ്പിൻ്റെ ഇല, ഇത്രയും സംഭവങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക അരിഞ്ഞു വെച്ച നാരങ്ങ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ പുളിഞ്ഞ വെള്ളമില്ലേ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലത്തെ പുളിഞ്ഞയൊക്കെ എടുത്തിട്ട് ആ വെള്ളം മാത്രം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഈ ഒരു വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ തിളയ്ക്കണം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. ഞാനെപ്പോഴും പൊടിയുപ്പ് ഇടാറ്, ഇവിടെ അമ്മ എപ്പോഴും കല്ലുപ്പാണ് ഇടാറ് കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി നമ്മൾ ഇതിലിട്ട് കൊടുത്തു.
അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഒന്ന് കുറച്ച് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇത് സാദാ മുളക് പൊടിയാണ്. സാദാ മുളക് പൊടി കുറച്ചധികം കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പം നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ കാശ്മീരി മുളക് പൊടി കുറച്ച് ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു ഉലുവയും കായവും ഉണ്ടല്ലോ, അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് അതങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു മണം വരും. അപ്പോൾ ഈ ഒരു വടുകപ്പുളി നാരങ്ങയ്ക്ക് കുറച്ച് കയ്പ്പ് അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റാണല്ലോ, നാരങ്ങയ്ക്ക് എപ്പോഴും ആ ഒരു ടേസ്റ്റല്ലേ ഉണ്ടാവുക, അതായിരിക്കും മുന്നിൽ നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് കുറയും കേട്ടോ. അത് ഈ മുളക് പൊടിയും അതൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് കുറയും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരയാണ്. അപ്പോൾ ആ ശർക്കരയുടെ മധുരവും ആ എരിവും പുളിയും ഒക്കെ കൂടി നല്ല സ്വാദായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആ ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കാം. അങ്ങനെ നമ്മുടെ വടുകപ്പുളി നാരങ്ങ പിക്കിൾ അല്ലെങ്കിൽ അച്ചാർ ഉപ്പിലിട്ടത് എന്ത് വേണമെങ്കിലും പറയാം, അത് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മുത്തശ്ശി ഉണ്ടാക്കുന്ന നെല്ലിക്കയുടെ ഉപ്പിലിട്ടതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അത് അടിപൊളി സ്വാദാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലിന് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയ്ക്കും ടാറ്റാ, ബൈ.